ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്ന് നമുക്കൊരു ഇലയപ്പം ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇലയപ്പം കഴിക്കാൻ ഒരാഗ്രഹം തോന്നി. അപ്പോൾ ഇന്ന് ഓഫ് ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ ചിരകിയതും ശർക്കരയൊക്കെ ഇരിപ്പുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. തേങ്ങയും ശർക്കരയും കുറച്ച് ഏലക്കാപ്പൊടിയായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തു. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഗോതമ്പ് പൊടി എടുത്തിട്ട് ഉപ്പും ഇട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇലയില്ലല്ലോ, അപ്പുറത്തെ പറമ്പിൽ നിന്ന് പൊടിയെ പറഞ്ഞിട്ട് ഒരില വെട്ടിച്ചു. അപ്പോൾ ഒരു കുഞ്ഞൊരിലയാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ഷാമം തീർക്കാൻ വേണ്ടിയിട്ട് ഇല വാട്ടിയിട്ടെടുത്തു. വാട്ടിയെടുത്താൽ നമ്മൾ മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോവില്ല. അതുകൊണ്ടാണ് ഇല വാട്ടിയെടുത്തത്. പണ്ടൊക്കെ വാട്ടാണ്ടൊക്കെയായിരുന്നു ഉണ്ടാക്കുന്നത്. വട്ടയിലയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. വട്ടയിലക്കകത്ത് വട്ടത്തിലിരിക്കുന്ന ഇലയില്ലേ, ആ ഇലക്കകത്ത് ഇങ്ങനെ ഇലയപ്പം ഉണ്ടാക്കാനായിട്ട്. സോ ഇതിലിങ്ങനെ വെള്ളം തൊട്ട് നൈസായിട്ട് പരത്തിയെടുത്തതിന് ശേഷം തേങ്ങയും ശർക്കരയൊക്കെ തോനെ വെച്ചിട്ടെടുക്കുക. പണ്ടൊക്കെ ഇലയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈ സൈഡിലത്തെ ഒന്നും കഴിക്കില്ല, മധുരം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ആ ക്ഷാമം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഫുള്ള് തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇഡലിക്കുട്ടത്തിൽ വെച്ചൊരു 10 മിനിറ്റ് ആവിയേറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.